നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരന്റെ വാഹന പര്യടനത്തിന് നേരെ ആക്രമണം. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് പര്യടന വാഹന വ്യൂഹത്തിൽ കടന്നുകയറി ആക്രമണം നടത്തിയത്. സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളം പര്യടനം V മുരളീധരൻ നിർത്തിവെക്കുകയും ചെയ്തു. പള്ളിക്കൽ പോലീസ് എത്തിയ ശേഷമാണ് പര്യടനം തുടർന്നത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് CPM മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകനാണ് എന്നാണ് BJP വ്യക്തമാക്കുന്നത്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പകൽക്കുറി കൊട്ടിയമുക്കിലാണ് സംഭവം. ഇന്നലെ വൈകുന്നേരം 7:15 മണിയോടെ ബൈക്കിലെത്തിയ 3 അംഗ സംഘം പര്യടനത്തിലെ വാഹന വ്യൂഹത്തിൽ കടന്നുകയറി അനുഗമിച്ചിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബൈക്ക് യാത്രികരെയും V മുരളീധരനെയും അസഭ്യം പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. സംഭവം നടന്നതിനെ തുടർന്ന് V മുരളീധരൻ പര്യടനം നിർത്തിവെക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും പോലീസിൽ വിവരമറിയിച്ചു. കല്ലറക്കോണം ജംഗ്ഷനിലും അക്രമ സംഘം സംഘർഷത്തിന് ശ്രമം നടത്തി. CPM കൊടിവീശിയാണ് കല്ലറക്കോണത്ത് സംഘർഷത്തിന് ശ്രമം തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി BJP അറിയിക്കുന്നു. സംഭവത്തിന് പിന്നിലുള്ളവർ പരാജയഭീതിയിൽ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നും BJP പ്രവർത്തകർ പൂർണ്ണമായും സമാധാനം പാലിക്കണമെന്നും V മുരളീധരൻ പറഞ്ഞു. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്. കേരളത്തിൽ പല സ്ഥലത്തും BJPയുടെ സ്ഥാനാർത്ഥികളെ ആക്രമിക്കാനും തടയാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്തവണ BJP വലിയ തരംഗമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില സ്ഥലങ്ങളിൽ വിജയമോ അതും 2ാം സ്ഥാനത്തേക്കൊക്കെ എത്തിപ്പെടുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും. പണ്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന BJPയോടുണ്ടായിരുന്ന ഒരു ഐത്തം പല ആൾക്കാർക്കും മാറി തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ V മുരളീധരൻ അടക്കമുള്ളവരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അസഭ്യം പറയാൻ ശ്രമിക്കുകയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗൗരവത്തോടെ തന്നെ കാണണം. കേരളത്തിൽ CPM കുറച്ചു പേരൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിന് വെളിയിലേക്ക് ഈ CPMകാർ എത്തിയാൽ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള MP എത്തിയാൽ അവർ അവിടെ ഇറങ്ങണ്ട എന്ന് ഡൽഹിയിലടക്കം ഒന്ന് തടയാൻ ഇറങ്ങിയാൽ കാര്യം മാറും. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്ന ഒരു ട്രെൻഡാണ്, ഒരു പുതിയ ട്രെൻഡാണ്. കോളേജിലെത്തിയ നിവേദിതയെ കോളേജിലെത്തിയ കുട്ടികൾ അവിടെ നിന്ന് തടയുന്നു. അടുത്തത് കൃഷ്ണകുമാറിനെ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് 2 സ്ഥാനാർത്ഥികളും വന്നുപോയി BJPയുടെ സ്ഥാനാർത്ഥിക്ക് മാത്രം കയറാൻ കഴിയുകയില്ല എന്ന് അവിടുത്തെ ITIയിലെ കുട്ടികൾ പറയുന്നു. ഇങ്ങനെ അതിനുശേഷം പലതരത്തിലുള്ള അക്രമങ്ങൾ, ഇങ്ങനെ V മുരളീധരന്റെ വാഹന വ്യൂഹത്തിന് നേരെയുള്ള അക്രമം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെ ഇതുപോലെ തടയാൻ ശ്രമിച്ചിരുന്നു. ഏതായാലും ഇതൊരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമായ കാര്യമല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് എവിടെയും പ്രചരണം നടത്താനും എവിടെയും വോട്ട് ചോദിക്കാനുമുള്ള അവകാശമുണ്ട്. എന്തിന്റെ പേരിലാണ് V മുരളീധരനെ അടക്കമുള്ളവർ, കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന് സുരക്ഷയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് എന്തും ചെയ്യാൻ കഴിയും. കാരണം അദ്ദേഹത്തിന്റെ സുരക്ഷയാണ് പരമപ്രധാനം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് ഇത് നീങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമാണോ ഇതിന്റെ പിന്നിൽ? അത്തരമൊരു കലാപ സാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണോ എന്ന സംശയമുണ്ട്. നമുക്കറിയാം, ബോംബുണ്ടാക്കിയ കഥയറിയാം. വടകരയിൽ പരാജയ ഭീതിയിൽ ബോംബുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ പറയുന്നത്. ഏതായാലും പരാജയ ഭീതി പൂണ്ട CPM വിറളി പിടിച്ച് എന്തും ചെയ്യുന്ന അവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPMന്റെ ഭാഗത്തു നിന്നാണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടായത് എന്നുള്ളത് യാതൊരു സംശയലേശം എന്നെ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി പറയുന്നത്, ഒരു സ്ഥാനാർത്ഥിയും തടയാനുള്ള അവകാശം ആർക്കുമില്ല. അങ്ങനെ ഏതെങ്കിലും BJP സ്ഥാനാർത്ഥികളെ തടയാൻ ശ്രമിച്ചാൽ അതിന് കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായത് ഭരണം ഏത് തരത്തിലാകും എന്ന കാര്യത്തിൽ ഒന്ന് CPMകാർ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും.